മണിക്കുഴലൂതിക്കൊണ്ടും കണി കാണണം. 1 2 3 4 1 2 3 4. ഈ സ്റ്റെപ്പ് നമ്മൾ കുറേ തവണ കളിച്ചതാണ്. 1 2 3 4. അതായത് 1 2 3 4 നമ്മൾ മലയുടെ ബാക്കിലേക്ക് പോയാൽ കിട്ടും. അപ്പോൾ അതേ കാലാണ്, പക്ഷെ കൈ 1 2 3 4 1. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് കൊട്ടുമ്പോൾ ഈ കൈ കുറച്ച് ഫ്രണ്ടിലേക്ക് നീട്ടി പിടിച്ചിട്ട് ഇത്ര തൂക്കിയിടരുത്. ഈ ഒരു ഫോഴ്സിൽ കൊട്ടാൻ പാകത്തിന് പിടിക്കണം. അത് ഇങ്ങനെ കൊട്ടുന്നവരെ കണ്ടിട്ടുണ്ട്, അതല്ല. എന്നിട്ട് കൈ ഏകദേശം ഇവിടുന്ന് വരും, ഈ ഭാഗം തളർത്തിയിടും. ഈ കൊട്ടിക്കഴിഞ്ഞാൽ ഈ കയ്യിനെ ആദ്യം താഴെ ഇടാവും. എന്നിട്ട് ഇത് കറക്റ്റ് റാന്ന് എഴുതുന്ന പോലെ എഴുതിയിട്ട് വിട്ടാൽ മതി. ഇങ്ങനെ കൊട്ടിയിട്ട് ഇങ്ങനെ പിടിച്ച് കളിക്കുന്നവർ കണ്ടിട്ടുണ്ട്. ആ സ്റ്റെപ്പ് മുഴുവൻ പഠിക്കാത്തതുകൊണ്ടാവും. നമ്മൾ ചെയ്യുമ്പോൾ പൊങ്ങുമ്പോഴേക്കും ഈ കൈ പോവും. ഇതാണ്. ഇനി ഇതിൻ്റെ സ്പീഡ് എടുക്കുമ്പോൾ ഇപ്പോൾ ഇതിനെ ഒന്നുകൂടി കാണിക്കാം. 1 2 3 സ്റ്റെപ്പ് താഴ്ന്നു. സ്പീഡാകുമ്പോൾ 1 മാത്രമേ താഴുള്ളൂ. കണ്ടോ? അല്ല, 3 താഴ്ന്നില്ല. ഇപ്പോൾ ഇത് 4 തവണ വരും മിക്കവാറും. ഇപ്പോൾ 2 തവണ സ്ലോ വന്നാൽ അതിൻ്റെ ഇരട്ടിയാണല്ലോ, അപ്പം 4 വരും. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ നിന്ന് കളിക്കാതെ 2 ഇവിടെ ഇങ്ങനെ എടുത്ത് കളിച്ചാൽ മൂന്നാമത്തത് ഇങ്ങനെ സൈഡിലേക്ക് ക്യൂ ആയിട്ട് നിൽക്കും. എന്നിട്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1 2 ഫ്രണ്ടിലേക്ക് കയറ്റി വയ്ക്കണം, വട്ടത്തിൻ്റെ ഉള്ളിലേക്ക് പോവാതെ. 1 2 3 4 കിട്ടിയില്ലേ? ഒന്നുകൂടി ഇവിടുന്ന് കാണിച്ചു തരാം. 3rd സ്റ്റെപ്പാണ് കേട്ടോ. 1 2 3 4. ഇനി നമ്മൾ പുതിയൊരു ടെക്നിക്ക് കാണിക്കാം. തിരിഞ്ഞിട്ട് ഓഡിയൻസിനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വരാം. ആദ്യം റൈറ്റ് സൈഡ് 1 2 3 4 1 2 3 4 ഇവിടെ എത്തി. അപ്പോൾ ഇങ്ങനെ സർക്കിളായിട്ട് നീങ്ങി പോകും. ഇനി വേണമെങ്കിൽ ഇത് പാട്ടിൻ്റെ ഒപ്പം നോക്കാം. ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മളെടുക്കുമ്പോൾ 1. അതായത് നമ്മളിതിൻ്റെ മുമ്പേ 8 സ്റ്റെപ്പാണ് കേട്ടോ. ഇത് മുമ്പ് വേറൊരു 8 സ്റ്റെപ്പ് കാണിച്ചു തന്നിട്ടുണ്ടാവും. അതായത് ഇങ്ങനെ 1 2 3 4 5 6 7 8 ഇങ്ങനെ ഒരു 8 സ്റ്റെപ്പ് നമ്മൾ ഒരു ഗണപതി സ്തുതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പുറകിലേക്ക് പോയാൽ കാണും. ഇത് 1 2 3 4 ഇത്ര എടുത്തു കഴിഞ്ഞാൽ ഈ കാല് ബാക്കിൽ വെക്കാതെ ഈ സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യും. നമ്മൾ ആദ്യം എടുത്തൊരു സ്റ്റെപ്പ് ഉണ്ട്, അത് റിപ്പീറ്റ് ചെയ്യും. അതുപോലെ തിരിച്ചു 1 2 3 4 5 6. ഇതാണ് ശരിക്കും സ്റ്റെപ്പ്. ഇനി ഇതിന് നമ്മൾ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യും. അപ്പോൾ 1 2 3 4 5 6 7 8. ഒരു കറക്കം കറങ്ങും. തിരിച്ചും 1 2 3 4 5 6 7 8. ഇത് കഴിഞ്ഞാൽ അടുത്തത് 1 2 3. ആ സ്റ്റെപ്പ് എടുക്കുമ്പോൾ 1 നമ്മൾ കറക്റ്റ് ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈനിലല്ല വയ്ക്കുക, ജസ്റ്റ് ഒന്ന് കയറ്റി വയ്ക്കും. 1 2 3. ഈ 2 3 ഒരു ലൈനിൽ വരും. വീണ്ടും 1 2. പിന്നെ കൊട്ടണം. ആ കൊട്ട് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് കൊട്ടുക. ഇങ്ങനെയല്ല പലതരം കൊട്ടുകളുണ്ട്. അപ്പോൾ 1 2 3 1 2 3 ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്കൊന്ന് കറങ്ങണം. അവിടെ ഇങ്ങോട്ട് നീങ്ങിന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ഒന്നുകൂടെ. 1 2 3 1 2 3. ഇനി കാല് ഈ റൈറ്റ് സൈഡിലെ കാലെടുത്തിട്ട് ഫ്രണ്ടിലേക്ക് വയ്ക്കുമ്പോൾ നമ്മൾ ഓഡിയൻസിനെ ഫേസ് ചെയ്തിട്ടായി. ലെഫ്റ്റ് എടുത്ത് വയ്ക്കുമ്പോഴേക്കും വീണ്ടും വിളക്കിന് നേരെയായി.
അതാണ് 2 സ്റ്റെപ്പ്. പിന്നെ 3 ഒന്ന് ചാടി കൊട്ടി 4. ഇത്രയും സ്റ്റെപ്പാണ്. 1 2 3 1 2 3 1 2 3 4 ഇതാണ് വരുന്നത്. പിന്നെ ഇങ്ങനെ സ്റ്റെപ്പുണ്ട്. കാല് കണ്ടോ? കാലിനൊരു മാറ്റവും ഇല്ല. നമ്മൾ കുറേ തവണ എടുത്തതാണ്. കൈകൾ മാറിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ഇവിടെ 2 കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുമ്മാ ഒന്ന് ഓഡിയൻസിന് കൊട്ടി കാണിച്ചു കൊടുക്കാം. ഇനി ഇവിടെ ഒരു കൊട്ട് കൊട്ടി. അപ്പം നമ്മൾ സ്ട്രെയിറ്റ് ആണ് കേട്ടോ. ഇനി ഇവിടെ ഇരുന്നു, വീണ്ടും കൊട്ടി. അതായത് കാലൊന്നുകൂടി കാണിച്ചു തരാം. 1 2 1 2. കാല് മനസ്സിലായോ? അതായത് റൈറ്റ് സൈഡിലെ കാല് ചവിട്ടി അതേ കാലാണ് ഫ്രണ്ടിലേക്ക് വെക്കേണ്ടത്. ആ സമയത്ത് കൈ മലർത്തി. ഇപ്പോൾ ഇവിടെ നമ്മൾ താഴുന്നില്ല, പക്ഷെ അവിടെ താഴും. വീണ്ടും ഇവിടെ നിൽക്കും, പുറകിലും താഴും. അപ്പോൾ ഒന്നുകൂടെ കളിച്ചോളൂ. ഇത്രയാണ് തെച്ചിമന്താരത്തിൻ്റെ സ്റ്റെപ്പ്. നമുക്കിനി ഒരുമിച്ച് പാട്ടിൻ്റെ ഒപ്പം നോക്കാം. ഈ സ്റ്റെപ്പും പാട്ടും ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അധികം വൈകാതെ ഇത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. നമുക്ക് നമ്മുടെ ടീം ഒരുമിച്ച് കളിക്കുന്നത് നമുക്കൊക്കെ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ശുഭദിനം.